ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വിശേഷമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി രാത്രിക്കൊക്കെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിയാണ്. ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രിയിലൊക്കെ നമുക്ക് ചിക്കൻ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കി വല്ല എന്താ കറി കടി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഉള്ളിയും കിഴങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അത് മതി, കുറച്ച് കറി മതി. ഉച്ചക്കത്തെ കുറച്ച് കറി ഉണ്ടായതുകൊണ്ട് കുറച്ച് കറി മതി കേട്ടോ. കഴുകട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഉള്ളി ചെറുതാക്കിയിട്ട് അരിയാം കേട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ഉള്ളി ഇങ്ങനെ എന്നാലും മഴ ചെറുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടുക കേട്ടോ. കുറച്ച് കറി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഉള്ളി മതി. അത്രയൊന്ന് അരിയണം. അമ്മച്ചി അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കണല്ലേ. നമുക്ക് കിഴങ്ങ് കൂടെ അരിയാട്ടോ. കിഴങ്ങ് ഇങ്ങനെയാണ് അല്ലേ? കിഴങ്ങ് വെട്ടാണ്. കറിയാവുമ്പോൾ ഒരു കുറുക്കത്തിന് വേണ്ടിയിട്ട് കിഴങ്ങിടുന്നത് നല്ലതല്ലേ? അതെ. ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറി വെക്കുമ്പോഴേക്കും തുള്ളിച്ചെടുത്തിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിക്ക് ഇടട്ടെ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവി വറുത്ത് അരച്ചിട്ടില്ല, വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഉച്ചക്ക് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് 2 കഷ്ണമാണ് ഇടുന്നത് കറിക്ക്, രാത്രി കറിക്ക്. അതാ പറ്റൂല്ലേ ജസ്റ്റ് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് 2 കഷ്ണം അങ്ങോട്ടിടാം. അതിലേക്ക് ഇട്ടിട്ട് കിഴങ്ങ് വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ച് വരാം അല്ലേ? അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചാലോ? മിക്സിക്ക് ഇട്ടിട്ടുണ്ടല്ലേ വെള്ളം. നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതൊന്ന് അരച്ചെടുക്കല്ല. അപ്പം നമുക്ക് അരച്ചിട്ട് അപ്പോൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പത്തിന് എന്ത് ചെയ്യാം? പുറത്തൊന്ന് പോയേക്കാം. ഇപ്പോൾ പുറത്ത് കഥ എന്താ? അവിടെ അടുത്ത് മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കിഴങ്ങും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാത്രി ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ അതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കടച്ചേക്കാം. ഓക്കെ, നമ്മ ചോറ് മണമ്പാണ്. അപ്പോൾ ഉച്ചക്കത്തെ കറി കൂട്ടിയിട്ട് പരിപ്പും പിന്നെ എന്തൊരു സാധനം കറി കേട്ടോ, കറിയില്ല. ഓക്കെ, സാധനത്തിൻ്റെ അപ്പോൾ ഇതും. അപ്പത്തിന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് വിശപ്പുണ്ട്. ഇപ്പം ചിക്കനും നമ്മൾ ചോറ് കഴിക്കുകയാണ്. നൈഷമക്ക് വാർത്തരാ.
നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാം. ഈ സാധനമാണ് കേട്ടോ ഈ പൈപ്പിൽ യൂസ് ചെയ്തിരിക്കണത്. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. ക്യാരറ്റിൻ്റെ മാതിരിയൊക്കെ തോന്നുന്നു. വെള്ള കളറാണ്. കണ്ടില്ലേ? കണ്ടോ? ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ് എന്ത് സാധനമാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അല്ലേ? ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മളിപ്പോ ചോറ് ഫുഡ് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്ത് പഠിക്കാൻ എന്റെ മുഖത്താണ് അവള് പഠിക്കുന്നത്. അപ്പൊ മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് അധികം ഇല്ല. ഐലൈനർ ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ പൗഡർ ഉണ്ട്. അതുകള് അല്ലേ? അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, നല്ലൊരു എന്താ മേക്കപ്പ് ചെയ്ത് കോമാളിയാക്കിട്ടോ. ഫസ്റ്റ് മേക്കപ്പ് തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് തന്നെ പൗഡർ ഇടാം. മേക്കപ്പ് ചെയ്ത് പഠിക്കുക. അതാണ് പൗഡർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഐബ്രോ ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഞാൻ അത്രയൊന്ന് ഷെയ്ഡാക്കി കൊടുക്കണുള്ളൂ, അത്രയൊന്നും എഴുതുന്നില്ല. ഞാൻ ഇടലുണ്ടോ? ഓക്കെ, നമുക്കൊന്ന് ഷെയ്ഡാക്കി കൊടുത്താൽ മതി. ഷെയ്ഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. വർത്താനം കേൾക്കണമെന്നൊന്നും അറിയില്ല. മൈക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഐലൈനർ കഴിയാൻ അപ്പൊ നമുക്ക് അതിനൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലല്ലേ? ഓക്കെ, നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. കുറച്ചുള്ള കളറിന് വേഗമായി കിട്ടും. നല്ല ഷെയ്ഡ് ആട്ടോ. ഐലൈനർ നല്ലത് വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ എന്റെ മുഖം ഞാൻ നേരെ കാണട്ടെ. ഒന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. കുഴപ്പമില്ല. ഇത്ര ഉള്ളു മേക്കപ്പ്.
അപ്പൊ മേക്കപ്പ് ചെയ്യൽ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ഇത് കഴുകേണ്ട ഡ്യൂട്ടി എനിക്കല്ലേ? അപ്പൊ ഫാൻസ് അപ്പൊ അപ്പൊ ഇനി ഞാൻ പറഞ്ഞു ഞാൻ അവളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഞാൻ നേരത്തെ മഴ വയ്ക്കുമ്പോഴത്തേക്ക് പിക്ക് വയ്ക്കുകയാണ്. ആദ്യം പൗഡർ ഇടാം. ഓക്കെ, നീ ചെറിയ പൗഡർ യൂസ് ചെയ്യുള്ളൂ. മേക്കപ്പ് ചെയ്യാൻ അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഐബ്രോ ഐബ്രോ ഇടാൻ പോകുന്നതാണ്. ഐബ്രോ ഇടാൻ പോവാ കേട്ടോ. ഇങ്ങനെ വരക്കണം ഐബ്രോ. ഇപ്പിക്കും കടയിലേക്ക് പോയിട്ടാണ്. അറിയില്ലേ നീ എന്താ ഐലൈനർ നമ്മുടെ കയ്യായി തുടക്കം. മേക്കപ്പ് അറിയാത്ത രണ്ട് മണ്ടത്തി അല്ലേ? ഇനി എന്ത് ചെയ്യാ? നമ്മളിപ്പോ ചോറ് ഫുഡ് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്ത് പഠിക്കാൻ എന്റെ മുഖത്താണ് അവള് പഠിക്കുന്നത്. അപ്പൊ മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് അധികം ഇല്ല. ഐലൈനർ ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ പൗഡർ ഉണ്ട്. അല്ലേ? അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഞാനൊരു മേക്കപ്പ് ചെയ്ത് കോമാളിയാക്കിട്ടോ. ഫസ്റ്റ് മേക്കപ്പ് തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് തന്നെ പൗഡർ ഇടാം. മേക്കപ്പ് ചെയ്ത് പഠിക്കുക. അതാണ് പൗഡർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഐബ്രോ ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഞാൻ അത്രയൊന്നും ഷെയ്ഡാക്കി കൊടുക്കണുള്ളൂ, അത്രയൊന്നും എഴുതുന്നില്ല. ഞാൻ ഇടലുണ്ടോ ഓക്കെ, നമുക്കൊന്ന് ഷെയ്ഡാക്കി കൊടുത്താൽ മതി. ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം.
അതിലിങ്ങനെ വരുന്നില്ല അതിന്റെ കയ്യാണ് വർത്താനം കേൾക്കണമെന്നോന്ന് അറിയില്ല. മൈക്കൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഐലൈനർ കഴിയാണ്. അപ്പൊ നമുക്ക് അതിനൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലല്ലേ? ഓക്കെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. കുറച്ചുള്ള ടവറിന് വേഗമായി കിട്ടും. നല്ല ഷെയ്ഡ് ആട്ടോ. ഐലൈനർ നല്ലത് വേണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ വീട് കഴിഞ്ഞിട്ടുണ്ട്. എവിടെ എന്റെ മുഖം ഞാൻ നേരെ കാണട്ടെ. ഒന്നൊന്നിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. കുഴപ്പമില്ല. ഇത്ര ഉള്ളു മേക്കപ്പ്. അപ്പൊ മേക്കപ്പ് ചെയ്യൽ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ഇത് കഴുകേണ്ട ഡ്യൂട്ടി എനിക്കല്ലേ? അപ്പൊ ഫാൻസ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഞാൻ നേരത്തെ മഴ വയ്ക്കുമ്പോഴത്തേന് പിക്ക് വയ്ക്കുന്നതാണ്. പൗഡർ ഇടാം. ഓക്കെ, ചെറിയ പൗഡർ യൂസ് ചെയ്യുള്ളൂ. ഐബ്രോ ഇടാൻ പോവാട്ടോ. ഇങ്ങനെ വെക്കണം. ഇപ്പിക്കും കടയിലേക്ക് പോയിട്ടാണ്. അറിയില്ലേ നീ എന്താ ഐലൈനർ നമ്മുടെ കഴിയായി. മേക്കപ്പ് അറിയാത്ത രണ്ട് മണ്ടത്തി അല്ലേ?